ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സിവിൽ എഞ്ചിനീയറിംഗ് അപ്ഡേറ്റഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LSTDയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഓൾറെഡി നമ്മൾ 20 to 50 ക്വസ്റ്റ്യൻ വരെ നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയാണ് നോക്കാൻ പോകുന്നത്. സോ 51 തൊട്ടാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത്. ഓക്കെ, സോ 51 ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഓഫ് സോയിലിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നമുക്ക് മനസ്സിലാവും സോയിൽ എത്ര അധികം പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇതിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത് IP വെച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. IP ഈസ് ഈക്വൽ ടു ലിക്വിഡ് ലിമിറ്റ് മൈനസ് IP ഈസ് ഈക്വൽ ടു ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമുല. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ് ഇതിൻ്റെ ആൻസർ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സം കേസസിൽ WP ഈസ് ഈക്വൽ ടു WL ആവാറുണ്ട്. അതായത് പ്ലാസ്റ്റിക് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിക്വിഡ് ലിമിറ്റ് ആകാറുണ്ട്. അപ്പോൾ നമ്മുടെ വാല്യൂ എന്താകും, IPയുടെ വാല്യൂ ഈക്വൽ ടു 0 ആകും. ബട്ട് സം അതർ കേസസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ WP ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു WL ആകുമ്പോൾ നമ്മുടെ മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഈ ഒരു പാരാമീറ്റർ നെഗറ്റീവ് ആകും മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ. ബട്ട് നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ നെഗറ്റീവായിട്ട് വാല്യൂ കൺസിഡർ ചെയ്യാതെ വാല്യൂ 0 ആയിട്ടാണ് എടുക്കുന്നത്. 0 എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് 0 എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ നോൺ പ്ലാസ്റ്റിക് സോയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഫോർ എ മൗത്ത് പീസ് ഈസ് ഇൻട്രൊഡ്യൂസ്. മൗത്ത് പീസ് എന്തുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അത് ഒബ്വിയസ്ലി അത് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിസ്ചാർജിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനാണ് അത് നമ്മൾ മൗത്ത് പീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റാണ്. വാല്യൂ ഓഫ് കോഎഫിഷ്യൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് CD വെച്ചാണ്. ഇതിൻ്റെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ Q ആക്ച്വൽ ഡിസ്ചാർജ് ACT വെച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ Q തിയറട്ടിക്കൽ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. പിന്നെ ചില എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട് വെഞ്ചുറി മീറ്ററിൻ്റെ CD വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.95 to 0.99 ആണ്. സോ അത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ടു ഇൻക്രീസ് വാല്യൂ ഓഫ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ആൻ ഓറിഫിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇറേസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇഫ് ഗേജ് പ്രഷർ ഈസ് മൈനസ് വാട്ട് വിൽ ബി ദ അബ്സല്യൂട്ട് പ്രഷർ. ഗേജ് പ്രഷർ മൈനസ് ആകുമ്പോൾ അബ്സല്യൂട്ട് പ്രഷർ എന്താകുമെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്കിത് ഒരു ഡയഗ്രാമിൻ്റെ ഹെൽപ്പും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇതെന്ന് ആക്ച്വലി. സോ ഇതിൽ ആദ്യം നമുക്ക് 3 റെഫറൻസ് ലൈൻ വരയ്ക്കണം. ഓക്കെ, 3 ലൈൻ വെച്ചാണ് നമ്മൾ ഇതിനെ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഒന്ന് അറ്റ്മോസ്ഫറിക്, അപ്പോൾ 3 ലെവലുണ്ട്. ഓക്കെ, ഇത് 2 കേസസിനെയാണ് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അറ്റ്മോസ്ഫറിക് പ്രഷർ. സോ അത് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ PATM ആണ്. ഇത് അറ്റ്മോസ്ഫറിക് പ്രഷറിനെയാണ് ഈ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, PATM ആണ് ഷോർട്ട് ഫോമിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ. അതേപോലെ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ വാക്യൂം പ്രഷർ, അതായത് വാക്യൂം PV വെച്ചാണ് ഞാൻ മെൻഷൻ ചെയ്തേക്കുന്നത്. പിന്നെ ഈ വാല്യൂ ആണ് അബ്സല്യൂട്ട് പ്രഷർ. എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ഇതാണ് ഇതിൻ്റെ ഫോർമുല. അപ്പോൾ അബ്സല്യൂട്ട് പ്രഷറിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ PATM മൈനസ് വാക്യൂം പ്രഷർ, അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഫോർമുല കിട്ടുന്നത്. അതേപോലെ നമ്മൾ നെക്സ്റ്റ് കേസ് നോക്കുകയാണെങ്കിൽ, നെക്സ്റ്റ് കേസിൽ നമ്മൾ 3 കേസ് തന്നെ നോക്കും. ഇതിൽ ഫസ്റ്റ് മേളിലത്തെ വാല്യൂ പ്രഷർ വാല്യൂ, PATM എടുത്തു നമ്മൾ. ഈ ഒരു പാരാമീറ്റർ നമ്മൾ പിന്നെ ഈ ഒരു പാരാമീറ്റർ. ഓക്കെ, സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് PATM.
ഇതാണ് പി എ ടി എം. ഇത് പി എ ടി എം ആണ്, ഇത് ഗേജ് പ്രഷറാണ്. അപ്പോൾ പി ജി വെച്ചാണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പ്രഷറാണ്, അതായത് പി എ ബി. ഓക്കെ, സോ ഇത് രണ്ടും രണ്ട് കേസിനാണ് മെൻഷൻ ചെയ്യുന്നത്. സോ ഞാൻ അത് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, സോ ഇനി നമ്മൾ ഫോർമുല നോക്കുവാണെങ്കിൽ, ഫോർമുല നമ്മൾ എഴുതുവാണെങ്കിൽ പി അബ്സല്യൂട്ടിൻ്റെ വാല്യൂ വാക്യൂമിൻ്റെ കേസസ് എന്തായിരിക്കും? പി എ ടി എം മൈനസ് പി വാക്യൂം അല്ലേ? ഈ ഡയഗ്രാമിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, റിപ്രസെൻറ്റേഷനിൽ മനസ്സിലാവും. അതേപോലെ ഗേജ് പ്രഷറിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പി അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി എ ടി എം പ്ലസ് ഗേജ് പ്രഷർ അല്ലേ? സോ ഈ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഈ ഒരു ഡയഗ്രാമിക് റിപ്രസെൻറ്റേഷൻ നമ്മൾ പഠിച്ചാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഈ ഫോർമുല മറക്കാതെ പഠിക്കാൻ പറ്റും. സോ ഈ ഫോർമുല നമ്മൾ എക്സാംസിൽ മറക്കാറുണ്ട്, അങ്ങനത്തെ ചാൻസസ് ഉള്ള ഒരു ഫോർമുലയാണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന്. ഇപ്പോൾ നോക്കുമ്പോൾ ഇഫ് ദ ഗേജ് പ്രഷർ ഈസ് മൈനസ് വാട്ട് വിൽ ബി ദ അബ്സല്യൂട്ട് പ്രഷർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗേജ് പ്രഷർ മൈനസ് ആയാൽ അബ്സല്യൂട്ട് പ്രഷർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം പി എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേജ് പ്രഷർ മൈനസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പി എന്ന് പറഞ്ഞാൽ പി എ ടി എം മൈനസ് ഗേജ് പ്രഷർ. ഗേജ് പ്രഷറിൻ്റെ സ്ഥലത്ത് നമ്മൾ നെഗറ്റീവ് മൈനസ്, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഗേജ് പ്രഷർ മൈനസ് ആണെങ്കിൽ എന്താണ് ഫോർമുല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് ഗേജ് പ്രഷർ, അതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിപ്രസെൻറ്റേഷനാണ്, പഠിക്കാൻ വളരെ എളുപ്പമാണ്, ഈ ഡയഗ്രാം വെച്ച് പഠിക്കാൻ പറ്റും. സോ ഇതിൻ്റെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ നമ്മൾ ഡേറ്റമായിട്ട് എടുത്തു. വാക്യൂം പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് പ്രഷറാണ്. സോ അത് കാരണം ഇത് താഴോട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തു. അതേപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡേറ്റമായിട്ട് എടുത്തു. വാക്യൂം പ്രഷർ ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മേളിലുള്ള പ്രഷറാണ്. പിന്നെ നമുക്ക് രണ്ടിൻ്റെയും അബ്സല്യൂട്ട് പ്രഷർ നമുക്ക് ഈ ഒരു റിപ്രസെൻറ്റേഷനിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇതായിരുന്നു ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കേസ് ഓഫ് 54 ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് പ്രൈമറി ടെൻഷൻ ഫെയിലിയർ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ഷൻ ടെൻഷൻ ക്രാക്ക് അപ്പിയർ? ഏത് സെക്ഷനിലാണ് ടെൻഷൻ ക്രാക്ക് അപ്പിയർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഏത് സെക്ഷനിലാണ് ടെൻഷൻ ക്രാക്ക് അപ്പിയർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ടെൻഷൻ ക്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രിഫർ ചെയ്യാത്തൊരു ക്രാക്കാണ് ടെൻഷൻ ക്രാക്ക്. ഓക്കെ, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ബാലൻസ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സിവിൽ എഞ്ചിനീയർ ബാലൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ബട്ട് ചില കേസസിൽ നമുക്ക് ബെൻഡിങ് മൂവ്മെൻറ്റ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓവർ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും, അല്ലെങ്കിൽ റീൻഫോഴ്സ്മെൻറ്റ് അധികമായിട്ട് കൊടുക്കും. അപ്പോൾ അത് ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷനായിട്ട് മാറും. ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ബ്രിട്ടിൽ ഫെയിലിയർ ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, ബ്രിട്ടിൽ ഫെയിലിയർ ഇൻഡിക്കേറ്റ് ചെയ്യും. സോ അത് കാരണം നമ്മൾ അതിനെ സേഫ് ആക്കാൻ വേണ്ടി പിന്നെ നമ്മൾ കംപ്രഷൻ ഫേസിൽ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അതാണ് ഈ അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ. സോ അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷനാണ് സേഫസ്റ്റ് സെക്ഷൻ വെൻ കമ്പയർഡ് ടു ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ. ഓക്കെ, പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് ഫിനോമിന എന്ന് പറഞ്ഞാൽ അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷനിൽ കോൺക്രീറ്റ് ആണ് സ്ട്രെസ് എടുക്കുന്നത്. ഓക്കെ, കൂടുതൽ സ്ട്രെസ് എടുക്കുന്നത് ആസ് കമ്പയർഡ് ടു ടെൻഷൻ അല്ലെങ്കിൽ സ്റ്റീൽ. ഓക്കെ, അപ്പോൾ സ്റ്റീൽ നമ്മൾ സ്ട്രെസ് കൂടുതൽ അപ്ലൈ ചെയ്താൽ അത് ക്രാക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇൻ കേസിൽ ഓവർ റെയിൻഫോഴ്സ്ഡ് ഫീൽഡിൽ സ്റ്റീൽ ഒരിക്കലും ക്രാക്ക് ആവത്തില്ല, ബിക്കോസ് അത് ഓവർ റെയിൻഫോഴ്സ്ഡ് ആണ്. കോൺക്രീറ്റ് കുറവായിട്ടുള്ള സ്ട്രെസ് മാത്രമേ എടുക്കാറുള്ളൂ. സോ നമ്മുടെ കാണുന്നത് സ്ട്രെസ് മെയിൻലി ടെൻഷൻ ക്രാക്ക് കാണുന്നത് അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷനിലാണ് ടെൻഷൻ ക്രാക്സ് കാണുന്നത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുമ്പോൾ അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷനാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ബിൽഡപ്പ് ഏരിയ ഓഫ് ദ ബിൽഡിംഗ് അറ്റ് എനി ഫ്ലോർ? ഏതെങ്കിലും ഫ്ലോർ ലെവലിൽ ബിൽഡപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ അതിനെ നമ്മൾ ഒരു ഡയഗ്രാമിൻ്റെ ഇൻഡിക്കേഷനിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഡയഗ്രാമിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് എളുപ്പമായിട്ട് ഓർമ്മ നിൽക്കും. ഓക്കെ, സോ ഇതാണ് പ്ലിന്ത് ഏരിയ. പ്ലിന്ത് ഏരിയയിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ പ്ലിന്ത് ഏരിയയിൽ നമുക്കറിയാം വാൾ തിക്നെസ് ഉണ്ട്.
പ്ലിന്ത് ഏരിയയിൽ വാൾ തിക്നെസ് ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഏരിയ, ഈ ടോട്ടൽ ഏരിയനെയാണ് നമ്മൾ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഏരിയ അതിൽ വാൾ തിക്നെസ്സും ഇൻക്ലൂഡഡ് ആണ്. ഇതാണ് വാൾ തിക്നെസ്. ഓക്കെ, ഇതാണ് വാൾ തിക്നെസ്. അതിൽ വാൾ തിക്നെസ്സും ഇൻക്ലൂഡഡ് ആണ്. അതാണ് പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. സോ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ വാൾ തിക്നെസ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് പ്ലിന്ത് ഏരിയ എന്നാണ്. അതേപോലെ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക്. സോ ഇത് കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് യൂസബിൾ ഏരിയ, നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാത്ത ഏരിയ ലൈക്ക് കിച്ചണോ അല്ലെങ്കിൽ സർക്കുലേഷൻ ഏരിയ പോലത്തെ ഏരിയയാണ്. സോ ഇതിനെ മൈനസ് ചെയ്ത് ബാക്കിയുള്ള ഏരിയനെയാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. സോ ഇതിനെ മൈനസ് ചെയ്ത് ബാക്കിയുള്ള ഏരിയ, ഈ ഏരിയയാണ് കാർപ്പറ്റ് ഏരിയ. ഓക്കെ, സോ പ്ലിന്ത് ഏരിയ മൈനസ് പ്ലിന്ത് ഏരിയ, അല്ലെങ്കിൽ പ്ലിന്ത് ഏരിയയിൽ നിന്ന് നമ്മൾ വാൾ തിക്നെസ് സബ്ട്രാക്ട് ചെയ്തിട്ട് സർക്കുലേഷൻ ഏരിയനെ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറാണ് കാർപ്പറ്റ് ഏരിയ. ഓക്കെ, അപ്പോൾ രണ്ട് നമ്മൾ പഠിച്ചു. ഒന്ന് പ്ലിന്ത് ഏരിയ പഠിച്ചു. പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ. അതേപോലെ കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂസബിൾ ഏരിയ അല്ലെങ്കിൽ സർക്കുലേഷൻ ഏരിയ നമ്മൾ മൈനസ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന ഏരിയ കാർപ്പറ്റ് ഏരിയ. പിന്നെ നമ്മൾ ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ പ്ലിന്ത് ഏരിയയിൽ നിന്ന് നമ്മൾ വാൾ തിക്നെസ് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി എന്തൊക്കെ കിട്ടുന്നോ അതാണ് ഫ്ലോർ ഏരിയ, അതായത് അകത്തുള്ള സ്ട്രക്ചർ. ഇതിപ്പോൾ ഡയഗ്രാമിൽ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ബട്ട് ഉള്ളിലുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഫ്ലോർ ഏരിയ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കവറേജ്. കവറേജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്ലാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രോയിങ് നമ്മൾ പ്ലാൻ വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ കവർ ആവുന്ന അതിനെയാണ് നമ്മൾ കവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് കവറേജ്. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ബിൽഡപ്പ് ഏരിയ ഓഫ് ദ ബിൽഡിംഗ് അറ്റ് എനി ഫ്ലോർ ലെവൽ. ഏതെങ്കിലും ഫ്ലോർ ലെവലിൽ ബിൽഡപ്പ് ഏരിയയിൽ ഏതാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫ്ലോർ ഏരിയ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഓക്കെ 56 വരെ നോക്കിയിരുന്നു, 55 വരെ നോക്കി. ഇനി നമുക്ക് 56 നോക്കാം. 56 എന്ന് പറഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കംപ്രഷൻ ഓഫ് ദ സോയിൽ മാസ് റിസൾട്ടിംഗ് ഫ്രം ദ ലോങ് ടേം സ്റ്റാറ്റിക് ലോഡിംഗ് ആൻഡ് കോൺസിക്വൻറ്റ് എസ്കേപ്പ് ഓഫ് വാട്ടർ ഓഫ് പോർ വാട്ടർ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോർ വാട്ടർ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളൊരു സാമ്പിൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സാമ്പിളിൽ ഇതാണ് നോർമൽ സാമ്പിൾ. ഓക്കെ, ഇതൊരു സാമ്പിളാണ്. സാമ്പിളിനെ നമ്മൾ കമ്പാക്റ്റ് ചെയ്യുമ്പോൾ, ഈ ഒരു സാമ്പിളിനെ നമ്മൾ കമ്പാക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ആവുന്നത്? കമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് മെത്തഡോളജി യൂസ് ചെയ്ത് കമ്പാക്റ്റ് ചെയ്യാറുണ്ട്. കമ്പാക്റ്റ് ചെയ്യുമ്പോൾ ഇത് ഏരിയ ഓഫ് ദ വോയിഡ് പ്ലസ് ഏരിയ ഓഫ് ദ സാമ്പിൾ, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാമ്പിളാണ് ഇത്. അപ്പോൾ നമ്മൾ കമ്പാക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി ആകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വോള്യൂം റെഡ്യൂസ് ആകും. അപ്പോൾ റെഡ്യൂസായി ഇവിടം വരെ എത്തി. നമ്മൾ കമ്പാക്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ വോള്യൂം റെഡ്യൂസായി ഇവിടം വരെ എത്തി. ഓക്കെ, സോ അത് എന്താണ് എസ്കേപ്പ് ഔട്ട് ആയത്? അപ്പോൾ നമുക്കറിയാം അത് എയർ ആണ് എസ്കേപ്പ് ഔട്ട് ആയത്. അത് കാരണമാണ് ഇതിൻ്റെ വോള്യൂം റെഡ്യൂസ് ആയത്. എയർ റിലീസ് ആകുമ്പോൾ എയർ റിലീസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു വോള്യൂം റിഡക്ഷൻ കിട്ടിയത്. സോ അതിനെ എന്താണ് പറയുന്നത്? നമ്മൾ കമ്പാക്റ്റ് ചെയ്ത് എയറിനെ റിമൂവ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എയറിനെ റിലീസ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് കമ്പാക്ഷൻ. ഓക്കെ, എയറിനെ നമ്മൾ കമ്പാക്റ്റ് ചെയ്ത് സാമ്പിളിനെ നമ്മൾ കമ്പാക്റ്റ് ചെയ്ത് എയറിനെ റിലീസ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് കമ്പാക്ഷൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പാക്റ്റ് ചെയ്ത് നമ്മൾ വാട്ടറിനെ റിലീസ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് കൺസോളിഡേഷൻ. സോ ഇതേ സെയിം പ്രൊസീജിയറിൽ തന്നെ വാട്ടറിൽ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കൺസോളിഡേഷൻ. ഓക്കെ, സോ വാട്ടർ ഒരിക്കലും നമ്മുടെ സ്റ്റേജിൽ നമ്മൾ 100% വാട്ടർ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരു
ഒരു നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് നമ്പർ അസംഷൻ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്, റിമൂവ് ചെയ്യും. ബട്ട് പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് വാട്ടർ ഫുള്ളി റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ എയറും 100% നമുക്ക് ഒരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെഡിമെൻറ്റേഷൻ. സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഇപ്പോൾ നമ്മളൊരു സാമ്പിൾ ഒരു സാമ്പിൾ കൺസിഡർ ചെയ്യുക, ഒരു വാട്ടറിൽ ഒരു സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു സസ്പെൻഡഡ് പാർട്ടിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സോളിഡ് പാർട്ടിക്കൽ ഉണ്ടെങ്കിൽ, അത് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ എഫക്റ്റിൽ താഴെ സെറ്റിൽ ഡൗൺ ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് സെഡിമെൻറ്റേഷൻ. ഓക്കെ. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ എഫക്റ്റിൽ അല്ലെങ്കിൽ വെയിറ്റിൻ്റെ എഫക്റ്റിൽ അത് സെറ്റിൽ ഡൗൺ ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് സെഡിമെൻറ്റേഷൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തിക്സോട്രോപ്പി. തിക്സോട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? തിക്സോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു സാമ്പിളിൽ നിന്ന്, ഒരു ഗ്രൗണ്ടിൽ നമ്മളൊരു സാമ്പിൾ ഡിസ്റ്റർബ് ചെയ്ത് റിമോൾഡ് ചെയ്തെടുത്തു. ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് കാണും. ഈ ഗ്രൗണ്ട് സർഫസിൽ നമ്മൾ ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് കാണും. അത് നമ്മൾ എടുത്ത് മാറ്റി വെച്ച് ഒരു കണ്ടെയ്നറിലെടുത്ത് റിമോൾഡ് ചെയ്ത് അതിനെ ഡിസ്റ്റർബ് ചെയ്ത് റിമോൾഡ് ചെയ്തെടുത്തു. ഓക്കെ. ചില സാമ്പിളിന് ഇതിൻ്റെ ഇവിടെയുള്ള സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രെങ്ത്ത് പാരാമീറ്റർ ഉണ്ട്, S1 ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ ഒരു സ്ട്രെങ്ത്ത് ചില സാമ്പിളിന് റിഗെയിൻ ചെയ്യാൻ പറ്റും. സോ S1 കുറച്ചായിട്ട് റിഗെയിൻ ചെയ്യാൻ പറ്റും. S1 ഫുള്ളായിട്ട് വരത്തില്ല, S1നേക്കാളും കുറച്ച് സ്ട്രെങ്ത്ത് റിഗെയിൻ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ തിക്സോട്രോപ്പി എന്ന് പറയുന്നത്. സോ ലോസ്റ്റ് സ്ട്രെങ്ത്തിനെ റിഗെയിൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ തിക്സോട്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കംപ്രഷൻ ഓഫ് സോയിൽ മാസ് ഫോർ ദ ലോങ് സ്റ്റാറ്റിക് ലോഡ്. നമ്മൾ അധികമായിട്ട് സ്റ്റാറ്റിക് ലോഡ് ചെയ്ത് കോൺസിക്വൻ്റ്ലി നമ്മൾ ലോഡ് ചെയ്ത് വാട്ടറിനെ റിമൂവ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആകുന്നതെന്നാണ്, അതിനെ പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുമ്പോൾ കൺസോളിഡേഷൻ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ. നെക്സ്റ്റ് പാരാമീറ്റർ എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇൻ എ റൂഫ് ട്രസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് റൂഫിംഗ് മെറ്റീരിയൽ. ഓക്കെ. റൂഫിംഗ് മെറ്റീരിയൽ ഏതാണ് സപ്പോർട്ട് മെറ്റീരിയൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ. ഇൻ എ റൂഫ് സ്ട്രെസ് വിച്ച് ഓഫ് ദ in a roof stress which of the following is used to support roofing stress. റൂഫിംഗ് സ്ട്രെസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ റൂഫിംഗ് സ്ട്രെസ്സിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റൂഫിംഗ് സ്ട്രെസ് ഇത് അതിൻ്റെ ടൈ ബീമാണ്. നമ്മൾ ട്രസ്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ട്രസ്സിൻ്റെ ഒരു ജനറൽ റിപ്രസെൻറ്റേഷനാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ. ഈ ഒരു സെക്ഷൻ ഇവിടെ ഇതാണ് സപ്പോർട്ട്. ഇതൊരു കോളം എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ. ഇവിടെ നമ്മൾ സാധാരണ ബേസ് പ്ലേറ്റ് കൊടുക്കാറുണ്ട്. ബിയറിംഗ് പ്ലേറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ. സോ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ടൈ അല്ലെങ്കിൽ ടെൻഷൻ മെമ്പർ. ഓക്കെ. ഇതിനെ നമ്മൾ പറയുന്നത് ടൈ അല്ലെങ്കിൽ ടെൻഷൻ മെമ്പർ. ഇവിടെ ടെൻഷൻ മെമ്പർ എങ്ങനെയാണ് എക്സേർട്ട് ആവുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡയറക്ഷനിലാണ് ടെൻഷൻ ഫോഴ്സ് എക്സേർട്ട് ആവുന്നത്. സോ ഇതിനെ പറയുന്നത് ടെൻഷൻ മെമ്പർ അല്ലെങ്കിൽ ടൈ എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു സെക്ഷൻ ഇതാണ് ബേസ് പ്ലേറ്റ്. ഇത് ആക്ച്വലി നമ്മുടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യും. ബിയറിംഗ് ആക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇത് ലോഡ് ഈക്വലി കോളത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ബേസ് പ്ലേറ്റിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈ പ്ലേറ്റ്സ് പറഞ്ഞു, ബേസ് പ്ലേറ്റ് പറഞ്ഞു, പെർലിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ്. ഈ ഒരു ഇവിടെ ക്രോസ് സെക്ഷൻ ആയിട്ടാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും സ്ക്രീനിൻ്റെ പെർപെൻഡിക്കുലർ ആക്ഷൻ അല്ല, അതായത് ഇതിൻ്റെ മുകളിൽ റാഫ്റ്ററാണ് നമ്മൾ ആക്ച്വലി കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ റാഫ്റ്റർ പാസ് ചെയ്യുമ്പോൾ റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാരാമീറ്ററിനെയാണ് നമ്മൾ പെർലിൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഇങ്ങനെ റാഫ്റ്റർ പോയിട്ടുണ്ടെങ്കിൽ റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്ന പാരാമീറ്റർ പെർപെൻഡിക്കുലർലി ആണെങ്കിൽ അതിനെ നമ്മൾ റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്ത് ഒരു പാരലൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് പറയുന്നതാണ് പെർലിനാണത്. സോ അതാണ് പെർലിൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗസറ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിഡ്ജസിലും സ്ട്രക്ചേഴ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗസറ്റ് പ്ലേറ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ബ്രിഡ്ജസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇപ്പോൾ ഇവിടെ കുറേ സ്ട്രക്ചർ ഇങ്ങനെ ജോയിൻ ആവും. ഓക്കെ. അത് കണക്ട് ചെയ്യുന്നത് ഗസറ്റ് പ്ലേറ്റ് വെച്ചാണ്. ഓക്കെ. ഇവിടെ
വേറെ വേറെ ചാനൽസ് അല്ലെങ്കിൽ ഇൻ്റർസെക്ഷനായിട്ട് നമ്മൾ ഏതെങ്കിലും ജോയിൻറ്റ്സ് അല്ലെങ്കിൽ ബോൾട്ട് അല്ലെങ്കിൽ വെൽഡ് എങ്ങനെയാണെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. അത് കണക്ട് ചെയ്യുന്നത് ഒരു കണക്റ്റിംഗ് പ്ലേറ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് ഗസറ്റ് പ്ലേറ്റിനെ. ഓക്കെ, സോ അതാണ് ഗസറ്റ് പ്ലേറ്റ്. നമ്മൾ ബ്രിഡ്ജസിൽ സ്ട്രക്ചേഴ്സിൽ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, ട്രസ്സസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതാണ് ഗസറ്റ് പ്ലേറ്റ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ റൂഫിംഗ് സ്റ്റേറ്റ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് പെർലിനാണ്. ഓക്കെ, റൂഫിംഗ് മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റൂഫിംഗ് മെറ്റീരിയൽ, ഇതിൻ്റെ മേളിലാണ് റൂഫിംഗ് മെറ്റീരിയൽ കൊടുക്കുന്നത്. സോ റൂഫിംഗ് മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യുന്നത് പെർലിനാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അക്കോർഡിംഗ് ടു PIV തിയറി ഫോർ കാൽക്കുലേറ്റിംഗ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. PIV തിയറി എന്താണ്? വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് PIV തിയറി. അക്കോർഡിംഗ് ടു PIV തിയറി, calculating stopping side distance which among the following is not included in the total reaction time. ഏതാണ് ടോട്ടൽ റിയാക്ഷൻ ടൈമിനെ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ PIV വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PIEV. ഓക്കെ, സോ P എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് കണ്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേറൊരു കാറ് കണ്ടു, അല്ലെങ്കിൽ വേറൊരു ആളെ കണ്ടു. അപ്പം നമ്മൾ എന്താണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്? ഐസ് അല്ലെങ്കിൽ ഇയർ, നമ്മുടെ സൗണ്ടാണ് റെസ്പോൺസ്, അല്ലെങ്കിൽ നമ്മൾ സെൻസ് ആണ് ചെയ്യുന്നത് ആദ്യം. ഓക്കെ, ഐസ് ആൻഡ് ഇയർ ആണ് ഇവിടെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ, ഐസ് ആൻഡ് ഇയർ. ഓക്കെ, സോ ഇവിടെ വർക്കിംഗ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഐസ് ആൻഡ് ഇയർ ആണ്. അപ്പോൾ നമ്മൾ പെർസീവ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഡാറ്റ നമ്മൾ ബ്രെയിനിന് അയക്കുമ്പോൾ ഇത് രണ്ടും ഇൻ്റലക്ഷൻ ആൻഡ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിനിന് നമ്മൾ അയക്കുന്ന ഒരു സിഗ്നലാണ്. ഇൻ്റലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സാധനം കണ്ട് നമ്മൾ സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അതിനെയാണ് ഇൻ്റലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ ഇമോഷണലി ആ സിറ്റുവേഷനിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അത് ആങ്കർ ആയിരിക്കുമോ, പേടിയോ ആയിരിക്കുമോ, നമ്മുടെ ഷോക്കിങ്ങിലായിരിക്കുമോ, ഏത് ഇമോഷനിലാണോ ആ സിറ്റുവേഷനിൽ, അത് ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ നെക്സ്റ്റ് ആക്ഷൻ നമ്മൾക്ക് എടുക്കാൻ വേണ്ടി. നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യണം. ഒരു സാധനം കണ്ടിട്ട് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഇമോഷനിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ നെക്സ്റ്റ് വോല്യൂഷൻ, ഈ ഒരു പാരാമീറ്റർ. വോല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മൾ ഒരു ട്രാഫിക്കായിട്ട് ഒരു സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കും. സഡനായിട്ട് ഒരാൾ ക്രോസ് ചെയ്യുന്നത് കണ്ട്, അപ്പോൾ നമ്മൾ പെർസീവ് ചെയ്തു, കണ്ടിട്ട് നമ്മുടെ ബ്രെയിനിന് സിഗ്നൽ അയച്ച്, അപ്പോൾ ഇൻ്റലക്ഷൻ നടന്ന് ഇമോഷൻ നടന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര പെട്ടെന്ന് ഷോക്കിംഗ് ആയപ്പോൾ ഇമോഷൻ, ഈ ഒരു പാരാമീറ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സിഗ്നൽ തിരിച്ച് അയക്കുന്നത് നമ്മുടെ ഹാൻഡിനും ലെഗ്സിനുമാണ്. ഓക്കെ, ഹാൻഡിനും ലെഗ്സിനും സിഗ്നൽ അയക്കുമ്പോൾ ആ ഹാൻഡും ലെഗ്സും ആണ് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ ഉള്ള സ്റ്റെപ്സ് എടുക്കുന്നത്. അതാണ് വോല്യൂഷൻ എന്ന് പറയുന്നത്, വോല്യൂഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ടൈമാണോ അതിന് യൂസ്ഫുൾ ആവുന്നത്, അതിനെയാണ് പെർസെപ്ഷൻ ടൈം, ഇൻ്റലക്ഷൻ ടൈം, ഇമോഷൻ ടൈം, വോല്യൂഷൻ ടൈം എന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു മീനിങ്. ഓക്കെ, സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. സോ according to the PIV theory, for calculating the stopping side distance, which among the following is not included in the total reaction time? ഏതാണ് ടോട്ടൽ റിയാക്ഷൻ ടൈമിൽ ഇൻക്ലൂഡ് ആവാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇൻ്റർചേഞ്ചിങ് ടൈം എന്ന് പറഞ്ഞ പാരാമീറ്റർ ഇതിലില്ല, ഇൻ്റലക്ച്വൽ ടൈമാണ് ആക്ച്വലി ഉള്ളത്. ഓക്കെ, സോ ബാക്കിയെല്ലാം കറക്റ്റാണ്, ഈ ബി ഓപ്ഷനാണ് തെറ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാരാമീറ്റർ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Which of the following is inversely proportional to the coefficient of permeability? Coefficient of permeability യുടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്താണ്? coefficient of permeability നമ്മൾ K വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയ്റ്റ് ബൈ വിസ്കോസിറ്റി ഇൻറ്റു ഇ ക്യൂബ് എന്ന വോയിഡ് റേഷ്യോ ആണ്. ഇ ക്യൂബ് ബൈ 1 + ഇ ഓക്കെ 1 + ഇ ഇൻറ്റു ഡി സ്ക്വയർ. ഓക്കെ, ഡി എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് സോയിൽ പാർട്ടിക്കിൾസ്. ഓക്കെ, സോ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേപോലെ ഡയമീറ്ററും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദ ഫ്ലോയിങ് ഫ്ലൂയിഡും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വിസ്കോസിറ്റി മാത്രമാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വിസ്കോസിറ്റിയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ,
പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതൊക്കെ ഫോർമുല ബേസ് ആണ്, ഇത് വളരെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. സോ നമുക്ക് ഇങ്ങനത്തെ ഫോർമുല പഠിച്ച് നമുക്ക് ഏത് ഡയറക്റ്റ്ലി റിലേഷനാണോ ഇൻവേഴ്സ്ലി റിലേഷനാണോ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ചാനൽ അലൈൻഡ് റഫ്ലി അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ കോണ്ടൂർ. ഓക്കെ, റൈറ്റ് ആംഗിൾ ടു കോണ്ടൂർ ഏത് ചാനലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ചാനലിൻ്റെ നമ്മൾ ഫേസ് വരയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ ജനറലി നോക്കുകയാണെങ്കിൽ റിഡ്ജ് ലൈൻ നോക്കാം നമുക്ക്. ഓക്കെ, റിഡ്ജ് ലൈൻ നമുക്ക് സെൻറ്റർ, ഇപ്പോൾ ഇത് കനാൽ, ഇത് മെയിൻ റിവർ സ്ട്രീമാണ്. ഓക്കെ, റിവർ സ്ട്രീമിൻ്റെ ആ ലൈനിൽ കൂടെ പോകുന്നതാണ് റിഡ്ജ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കോണ്ടൂറിനെ ഇങ്ങനെയാണ് ഞാൻ ഡ്രോ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ എൻഡുലേഷൻസ് കുറേ ഉള്ള ഒരു സർഫസിൽ കൂടെയാണ് നമ്മളിങ്ങനെ ഫോം ചെയ്യുന്നത്. സോ കോണ്ടൂർ ലൈൻ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഈ സെൻറ്ററിൽ പോകുന്നത് റിഡ്ജ് ലൈൻ. ഞാൻ ഒരു ഡയഗ്രാമിൽ തന്നെ 3 ഫേസും കാണിക്കുകയാണ്. ഓക്കെ, ചില ഫേസിൽ നമ്മളിങ്ങനെ കൊടുക്കാറുണ്ട്, ബട്ട് നോർമലി നമ്മളിങ്ങനെ കൊടുക്കാറില്ല. പിന്നെ നമ്മുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഡ് കനാൽ എന്ന് പറഞ്ഞാൽ മെയിൻ കനാലിൽ നിന്ന് നമുക്ക് വേറെ അത് ചെയ്യാം, ബ്ലാക്ക് വെച്ച് സൈഡ് കനാൽ ചെയ്യാം. ഓക്കെ, മെയിൻ കനാലിൽ നിന്ന് ഇങ്ങനെ പോകും, ഇതാണ് സൈഡ് കനാൽ. ഓക്കെ, സോ സൈഡ് കനാൽ മാത്രമാണ് കോണ്ടൂർ ലൈനിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. സൈഡ് കനാൽ മാത്രമാണ് പെർപെൻഡിക്കുലറായിട്ട് മീറ്റ് ചെയ്യുന്നത് കോണ്ടൂർ ലൈൻ. ഓക്കെ, റിഡ്ജ് ലൈൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലൈനായിട്ട് വരും. സൈഡ് കനാൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫേസ് ആയിട്ട് വരും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഡ് സ്ലോപ്പ് കനാലാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോണ്ടൂർ കനാൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറെ ഇത് യെല്ലോ വെച്ച് നമുക്ക് കോണ്ടൂർ വരയ്ക്കും. കോണ്ടൂർ എന്ന് പറഞ്ഞാൽ ഈ മെയിൻ സ്ട്രീമിൽ നിന്ന് ഇങ്ങനെ ഒരു ഫേസ് വരും. സോ മെയിൻ സ്ട്രീമിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഫേസ് വരും കോണ്ടൂർ കനാൽ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇവിടെ നമ്മൾ കനാൽ കൊടുത്താൽ അതിനെയാണ് നമ്മൾ കോണ്ടൂർ കനാൽ എന്ന് പറയുന്നത്. സോ കോണ്ടൂർ കനാലും പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ടു കോണ്ടൂർ അല്ല, ബട്ട് സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ടു ദ സൈഡ് സ്ലോപ്പ് ആണ്. സോ നമുക്ക് ഡയഗ്രാമിൽ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഞാൻ 3 ഒരുമിച്ച് വരച്ചു. സോ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും, ബട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു 67. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ചാനൽ അലൈൻഡ് റഫ്ലി അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ കോണ്ടൂർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുമ്പോൾ സൈഡ് സ്ലോപ്പ് കനാലാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ എ കാൻറ്റിലിവർ ഓഫ് ലെങ്ത് L ക്യാരീസ് പോയിൻറ്റ് ലോഡ് W അറ്റ് ഫ്രീ എൻഡ്. ഇപ്പോൾ കാൻറ്റിലിവറിൻ്റെ ഒരു കേസാണ്, ഇതിൽ ക്യാരീസ് W ലോഡ്, അല്ലെങ്കിൽ കാൻറ്റിലിവറിൻ്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാൻറ്റിലിവറിൻ്റെ കേസിൽ ഈ ഒരു ലോഡ് ഇങ്ങനെ ഫ്രീ എൻഡിലാണ് ലോഡ് അപ്ലൈ ആകുന്നത്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ കാൻറ്റിലിവർ, ഈ ഒരു ലെങ്ത്തിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലെങ്ത്ത് ഈസ് ഡബിൾ. ഇഫ് ദ ലെങ്ത് ഈസ് ഡബിൾ, വാട്ട് ലോഡ് അറ്റ് ഫ്രീ എൻഡ് വിൽ കോസ് ദ സെയിം ഡിഫ്ലക്ഷൻ. നമ്മൾ ഈ ലെങ്ത് ഡബിൾ ആയാൽ ലോഡിൻ്റെ എഫക്റ്റ്, ലോഡ് ഏത് രീതിയിലുള്ളോ, വാട്ട് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ് വിൽ കോസ് ദ സെയിം ഡിഫ്ലക്ഷൻ ആവാൻ എത്ര ലോഡ് അപ്ലൈ ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ഫോർമുല ഉണ്ട്, WL3/3EI കാൻറ്റിലിവറിൻ്റെ കേസിൽ. ഓക്കെ, WL2/3EI. സോ ഡിഫ്ലക്ഷൻ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ കൺസിഡർ ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. സോ ഈ ഒരു കേസിൽ കൺസിഡർ ചെയ്യുന്ന ഫോർമുലയാണ് ഇത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ റേഷ്യോ ബേസിലാണ് കണ്ടുപിടിക്കുന്നത്. സോ ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? WL3. L3 എന്ന് പറഞ്ഞാൽ എന്താ? 2L, അതായത് ലെങ്ത് ഡബിളായി 2L3/3EI. ഓക്കെ, 2L3/3EI. അപ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. ഡിഫ്ലക്ഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ എത്രയാണ്? അപ്പോൾ ഡിഫ്ലക്ഷൻ 1/ഡിഫ്ലക്ഷൻ 2. ഓക്കെ, അപ്പോൾ നമുക്ക് അതാണ് ഈ വാല്യൂ കാണുന്നത്. സോ ഡിഫ്ലക്ഷൻ ഇനീഷ്യൽ സ്റ്റേജ് WL3/3EI വരുന്നത് ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ ലെങ്ത് L ഉള്ളപ്പോൾ എത്രയാണെന്നാണ് ഡിഫ്ലക്ഷൻ്റെ വാല്യൂ. പിന്നെ നമ്മൾ അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുന്നത് ഡിഫ്ലക്ഷൻ 2, അതായത് ലെങ്ത്തിൻ്റെ വാല്യൂ ഈക്വൽ ടു 2L ആകുമ്പോൾ എത്രയാണ്. അപ്പോൾ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോ കിട്ടുന്നത് 1/8 ആയിട്ട് കിട്ടും. ബിക്കോസ് താഴെ
2 ആണ്. 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 ആണ്. സോ ബാക്കിയുള്ള പാരാമീറ്റർ ക്യാൻസൽ ആവും, 1/8 കിട്ടും. ഓക്കെ, 1/8 കിട്ടുമ്പോൾ നമ്മൾ ഇതിനെ നമുക്ക് എത്ര ലോഡാണോ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ലോഡ് അപ്ലൈ ആകും എന്ന് മനസ്സിലാവും. സോ W/8 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ആൻസർ എന്ന് പറയുമ്പോൾ W/8. സോ ഇതാണ് കറക്റ്റ് ആൻസർ. സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളിന്ന് 10 to 11 ക്വസ്റ്റ്യൻ നോക്കി. നെക്സ്റ്റ് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം ഇൻ കണ്ടിന്യൂഷൻ ടു ദിസ്. ഓക്കെ, സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. പിന്നെ ഈ ഡിസ്ക്രിപ്ഷൻ ഉള്ള കണ്ടൻറ്റും ലൈക്ക് ചെയ്യും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഇമേജും കാണുക. അതിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെയും പറ്റി കുറച്ച് എക്സ്പ്ലനേഷൻ ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.